ജോൺ വെസ്ലി ഹ്യൂസ് എന്ന ചെറുപ്പക്കാരൻ ഒരു മാസത്തെ മിഷണറി പ്രവർത്തനത്തിനായി അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള വീട്ടിൽ നിന്നും ലെക്സിങ്ങിലേക്ക് യാത്രയായി. അവിടെ വെച്ച് അദ്ദേഹം ഒരു ദർശനം കണ്ടു. ദർശനം ഇപ്രകാരമായിരുന്നു: ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്കായി ഒരു കോളേജ് തുടങ്ങുക. ഹ്യൂസിലൂടെ ദൈവം ഭൂമിയിൽ നിവർത്തിക്കേണ്ട പദ്ധതിയുടെ ആരംഭം അവിടെ നിന്ന് ആരംഭിച്ചു. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കിയ ഹ്യൂസ് ട്രെയിനിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ശക്തമായ ആത്മഭാരത്താൽ യാത്രയിൽ ഉടനീളം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തന്റെ തൊപ്പികൊണ്ട് അദ്ദേഹം മുഖം മൂടി. ഹൃദയഭാരത്താലുള്ള ആ കണ്ണുനീർ മറ്റാരും കാണരുതെന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം. വിദ്യാർത്ഥികളുടെ ഭൗതിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ശരീരത്തിന്റെയും പ്രാണന്റെയും ആത്മാവിന്റെയും ശരിയായ വളർച്ച സാധ്യമാകുന്ന കോളേജുകളുടെ ആവശ്യകതയെക്കുറിച്ച് ഉത്തമ ബോധ്യം ഹ്യൂസിന് ഉണ്ടായിരുന്നു. അതിനായി ഒരു കോളേജ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം താൻ ഒറ്റയ്ക്ക് എങ്ങനെ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കുക പോലും അസാധ്യമായിരുന്നു. ഒരു മിഷണറിയായി താൻ എന്തിനാണ് കോളേജ് തുടങ്ങേണ്ടത്? അതിനുള്ള കഴിവ് തനിക്കില്ല, സാമ്പത്തികമില്ല. തനിയെ താൻ എന്തു ചെയ്യും? നിരവധി ചോദ്യങ്ങളുടെ നടുവിൽ പ്രിയ പത്നിയായ മേരിയോട് കോളേജ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഹ്യൂസ് പറഞ്ഞു. ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന മേരി പറയുമെന്ന് ഹ്യൂസ് ചിന്തിച്ചു. എന്നാൽ പൂർണ്ണ മനസ്സോടെ എന്തിനും താൻ ഒപ്പമുണ്ടെന്ന് മേരി പറഞ്ഞു. ദൈവ പദ്ധതിക്കായി ഇരുവരും കൈകോർത്തു. പ്രാർത്ഥനയുടെ ദിനരാത്രങ്ങൾ കടന്നുപോയി. കോളേജ് നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായി ലഭിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 1890 സെപ്റ്റംബർ 2 അമേരിക്കയിലെ കെൻഡക്കിയിലെ വിൽമോറിൽ ഒരു കോളേജ് സ്ഥാപിതമായി. കെൻഡക്കി ഹോളിനസ് കോളേജ്. ഇന്ന് ലോകം അറിയപ്പെടുന്ന ആസ്ബറി യൂണിവേഴ്സിറ്റി അവിടെ പിറവിയെടുത്തു. ഒരു വർഷത്തിനു ശേഷം ഹോളിനസ് കോളേജ് ബിഷപ്പ് ഫ്രാൻസിസ് ആസ്ബറിയുടെ സ്മരണാർത്ഥം ആസ്ബറി കോളേജ് എന്ന് പുനർനാമകരണം ചെയ്തു. നീണ്ട 15 വർഷക്കാലം ജോൺ ഹ്യൂസ് ആസ്ബറി കോളേജിൽ സേവനമനുഷ്ഠിച്ചു. രാവും പകലും ആസ്ബറി കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി ജോൺ ഹ്യൂസും കുടുംബവും അക്ഷീണം പ്രവർത്തിച്ചു. അദ്ദേഹം തന്റെ ആത്മകഥയിൽ ഇപ്രകാരം എഴുതി: ആസ്ബറി കോളേജ് ആരംഭിക്കുവാൻ എന്നെ നയിച്ചത് ദൈവമാണെന്ന് എനിക്ക് ഉറപ്പുള്ളതിനാലും ദാരിദ്ര്യത്തിലും മാനസിക സംഘർഷത്തിലും ആത്മവേദനയിലും പിറന്ന എൻ്റെ കുഞ്ഞായതിനാലും ജനിക്കു മുതൽ എൻ്റെ ജീവനോളം ഞാൻ അതിനെ സ്നേഹിച്ചു. കാലം കഴിയുന്തോറും ദുഃഖകരവും ഹൃദയഭേദകവുമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടും എൻ്റെ സ്നേഹം വർദ്ധിച്ചതേയുള്ളൂ. കോളേജ് എന്താണ് ഇതുവരെ ചെയ്തത്? എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ കോളേജിന് കഴിയുമെന്നൊക്കെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ശാശ്വതമായ നിലനിൽപ്പിന് വേണ്ടി എൻ്റെ ജീവൻ തന്നെ നൽകാൻ ഞാൻ തയ്യാറാണെന്ന് എനിക്ക് ബോധ്യമായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോളേജിനെ ഒരു ബോർഡിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ഹ്യൂസ് തീരുമാനിച്ചു. ഹ്യൂസ് പ്രസിഡന്റായുള്ള ബോർഡ് ആസ്ബറി കോളേജിൽ നിലവിൽ വന്നു. എന്നാൽ 1905 ജോൺ വെസ്ലിയുടെ അറിവോടെ അല്ലാതെ മറ്റൊരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ബോർഡ് തീരുമാനിച്ചു. എന്നാൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ജോൺ ഹ്യൂസ് സ്ഥാനം ഒഴിഞ്ഞു നൽകി. 1928 ആസ്ബറി കോളേജിന്റെ പുതുതായി പണിയുന്ന ചാപ്പലിന്റെ തറക്കല്ലിടാൻ ജോൺ ഹ്യൂസിനെ ക്ഷണിച്ചു. അന്ന് ജോൺ ഹ്യൂസിന് 76 വയസ്സ് പ്രായം. പ്രായാധിക്യം വകവെക്കാതെ ഹ്യൂസ് ചാപ്പലിന്റെ പണി പൂർത്തിയാകുന്നത് കാണുവാൻ മിക്ക ദിവസങ്ങളിലും ആസ്ബറി കോളേജിലെത്തുമായിരുന്നു. 1929 ഹ്യൂസ് ചാപ്പൽ ഓഡിറ്റോറിയത്തിന്റെ പണി പൂർത്തിയായി. 1932 ഫെബ്രുവരി 22 ജോൺ വെസ്ലി ഹ്യൂസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഒരു വാക്ക് എഴുതി വച്ചിരിക്കുന്നു: ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി ഒരു വ്യക്തി എല്ലാം മറന്ന് ദൈവ പദ്ധതിക്കായി പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ പിറവിയെടുത്തതാണ് ആസ്ബറി കോളേജ്. 120-ലധികം വർഷങ്ങൾ പിന്നിടുമ്പോൾ അക്കാദമിക് നിലവാരത്തിനും ആത്മീയ വളർച്ചയിലും ആസ്ബറി യൂണിവേഴ്സിറ്റി ഏറെ മുന്നിലാണ്.